ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്കായിട്ട് കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമുക്കത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് വെള്ളം എടുക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളം എടുക്കണം. അതുപോലെ ഒരുപാട് വെള്ളം എടുക്കുകയും ചെയ്യരുത്. കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതൊക്കെ കലക്കിയെടുക്കുക. പിന്നെ മാവിൽ പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് വെള്ളം എടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പൊടിയിട്ട് കുഴച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് വെള്ളം പോരെങ്കിൽ മാത്രം ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരിക. ഇനി ഇത് 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതുപോലെ കുറച്ച് ഓയിൽ അതിൻ്റെ മേലെ അങ്ങനെ ആക്കി കൊടുക്കുക. അതിൻ്റെ മേലെ ഡ്രൈ ആവാതിരിക്കാനാട്ടോ. ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കുറച്ച് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആ ബൗളിന് ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫില്ലിങ്സിന് എത്രത്തോളം ചിക്കൻ വേണോ അതിനനുസരിച്ചുള്ള ചിക്കൻ എടുക്കാം കേട്ടോ. ചിലർക്ക് ചിക്കൻ കൂടുതൽ വേണം, വെജിറ്റബിൾസ് കുറച്ച് മതി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല ചിക്കൻ കുറച്ച് വെജീസ് കൂടുതൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഈ ചിക്കൻ പീസസ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരു വെള്ള കളറായി വരില്ലേ, ആ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള കുരുമുളക് പൊടിയുടെ അളവ് ഓരോരുത്തരും എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവും. നല്ലോണം അങ്ങോട്ട് മൊരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയാൽ മതി. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സവാള വരെയൊക്കെ ചേർക്കുക കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കിയെടുക്കുക. നല്ലോണം വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നങ്ങ് ജസ്റ്റ് വാടി കിട്ടിയാൽ മാത്രം മതി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. പുതിയതായിട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിനെ. തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം കേട്ടോ. ഇതപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിടേണ്ടവർക്ക് അങ്ങനെ ഇടാം. ഞാനിപ്പോൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് വാടി വന്നാൽ ഇതുപോലെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പച്ച കളറിലുള്ളതാണ് ചേർത്തിട്ടുള്ളത്. 2-3 കളറിലുള്ളതൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കത്തിനൊന്നും പിന്നെ ഒരുപാട് വേവില്ലല്ലോ, അത് പിന്നെ ഒരുപാട് വേവിച്ചെടുക്കുകയും വേണ്ട. അതൊന്ന് അങ്ങ് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കിയെടുക്കുക. അപ്പോൾ ചിക്കനിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് നോക്കി ചേർത്ത് കൊടുക്കണേ. അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ 2 ചീസ് സ്ലൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഫില്ലിങ്ങിന്. അപ്പോൾ ഉള്ളവർ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്ത് കൊടുത്തോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് ഇളക്കിയെടുക്കുക. ഒന്ന് ചൂട് തട്ടി കഴിയുമ്പോഴത്തേന് അതൊന്ന് മെൽറ്റായിട്ട് വരും. ഇതാപ്പോൾ അതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള സിമ്പിളായിട്ടുള്ള ഫില്ലിംഗ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതവിടെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ഇതപ്പോൾ ഞാനിപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഈ മാവ് എടുത്ത് നോക്കുന്നത്. ഈ സമയത്ത് ഇത് നന്നായിട്ട് തന്നെ നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ഇതുപോലെ 5 ബോൾസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ബോൾസാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നീളത്തിൽ പരത്തിയെടുക്കണം.
അപ്പോൾ മൈദയാണ്, അപ്പോൾ പരക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2 സൈഡിൽ നിന്നും ഒന്നങ്ങ് വലിച്ച് നീട്ടിയിട്ട് ഒന്നങ്ങ് പരത്തി കൊടുത്താൽ അത് നീളത്തിൽ പരന്ന് കിട്ടിക്കോളൂ കേട്ടോ. അതാ ഇതുപോലെ ഒന്നങ്ങ് പരത്തിയെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി മുഴുവനായിട്ട് ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്ത പൊടിയുടെ അളവിന്ന് 5 എണ്ണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 10 സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ട് പാൻ ചൂടായി വന്ന സമയത്ത് ഇതുപോലെ നമ്മൾ കുബൂസൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്നിങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും ചൂടാവുമ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വീണ്ടും നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ബലൂണ് പോലെ വീർത്ത് വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എല്ലാതും ഇതുപോലെ ചുട്ടെടുക്കുക. ഇതാ ഞാനിപ്പോൾ ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. രണ്ടാമത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂട് വേണം, എന്നാൽ ഒരുപാട് അങ്ങ് ചൂടുണ്ടാവുകയും ചെയ്യരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ പൊങ്ങി വരാൻ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ വീർത്ത് വരും. ഇതുപോലെ വീർത്തിട്ട് തന്നെ നമുക്ക് കിട്ടും വേണം കേട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ. ഞാനിപ്പോൾ അത് മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് പൊട്ടറ്റോ വെറുതെ ഉപ്പ് തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് മയോണൈസ് കൂടി വേണം. അപ്പോൾ ഓയിൽലെസ് മയോണൈസോ എഗ്ലെസ് മയോണൈസോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്ക് ഇതുപോലെ 2ആയി കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പോക്കറ്റ് പോലെ കിട്ടില്ലേ, അതിലേക്ക് നമ്മൾ കുറച്ച് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സിൽ നിന്ന് നമുക്ക് എത്രയാണ് ആവശ്യമായിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് മയോണൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കക്കരി അതുപോലെ തക്കാളി അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ അതിൻ്റെ ഇടയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തത് ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി ഈ മാവ് കുഴച്ച് ഈ സാധനമൊക്കെ ഫില്ലിങ്സൊക്കെ രാവിലെ തന്നെ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ വൈകുന്നേരം. അപ്പോൾ നമ്മളിത് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കാണ്. ഷവർമ്മയുടെ ടേസ്റ്റാണ്, അല്ലെങ്കിൽ ഷവർമ്മനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, നമ്മുടെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻസായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് വീഡിയോസൊക്കെ കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.